ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങാക്കായ കൊണ്ട് 2 തരത്തിൽ തോരനാണ്. അതിന് 5-6 മുരിങ്ങാക്കായ എടുത്ത് കഴുകി വൃത്തിയാക്കി നേർപകുതിയാക്കി അതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് സ്പൂണ് കൊണ്ടോ കത്തി കൊണ്ടോ ചുരണ്ടിയെടുക്കാം. അതിൻ്റെ കാമ്പ് മാത്രമേ ചുരണ്ടിയെടുക്കാവൂ. പുറത്തുള്ള തോല് പെടാതെ നോക്കണം. ഇങ്ങനെ എല്ലാം ചുരണ്ടിയെടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് ചെറുതായി മുറിച്ചെടുക്കാം. ഇങ്ങനെ ചെറുതായി മുറിച്ച് മാറ്റി വയ്ക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ തേങ്ങ, 2 ചെറിയ ചുവന്നുള്ളിയും 2 വെളുത്തുള്ളിയും 1 നുള്ള് ജീരകവും കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. ഒതുക്കിയ ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ചെറുതായി മുറിച്ച മുരിങ്ങാക്കായും 1 ചെറിയ തക്കാളി മുറിച്ചതും 2 പച്ചമുളക് മുറിച്ചതും പകുതി സവോള മുറിച്ചതുമാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് വയ്ക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് 1 നുള്ളി കടുകുമിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുരിങ്ങാക്കായയുടെ കാലമായതുകൊണ്ട് നിങ്ങളും ഒന്ന് ഇത് മറക്കാതെ ഉണ്ടാക്കി നോക്കണം. പിന്നെ മുരിങ്ങാക്കായ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ്. അതിനുശേഷം കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മസാല ചേർത്ത് വെച്ച മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ കുരു മാറ്റിയ ശേഷമാണ് മുറിച്ചെടുത്തത്. എല്ലാം കൂടി ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. സ്റ്റൗ സിമ്മിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. ഇത് ഉണ്ടാക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കരുത്. തക്കാളിയുടെയും സവോളയുടെയും എല്ലാം വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പരിപ്പ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കിടെ തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. പരിപ്പ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ മുരിങ്ങാക്കായയുടെ ചവർപ്പ് അറിയില്ല. ഇനി ഒതുക്കിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഇനി എല്ലാം ഒന്ന് ഇളക്കിയ ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതെല്ലാം വെന്തു എന്ന് കണ്ടാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒന്നാമത്തെ തോരൻ റെഡിയായി. ഇനി ഇതിൽ നിന്ന് പകുതി എടുത്ത് രണ്ടാമത്തെ തോരൻ ഉണ്ടാക്കാം. ഇനി ജീരകം ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ അത് ഇടണമെന്നില്ല. മുരിങ്ങാക്കായ പകുതിയെടുത്ത് സൈഡിലേക്ക് മാറ്റി 1/4 ടീസ്പൂൺ ഗീ ഇട്ട് 1 മുട്ട പൊട്ടിച്ച് കുരുമുളകും ഉപ്പും ഇട്ട ശേഷം നല്ലതുപോലെ ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുക്കാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു തോരനാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മുരിങ്ങക്കായയുടെ ആ ചവർപ്പ് ഉണ്ടാവില്ല. മുട്ട ഒന്ന് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ തോരൻ റെഡിയായി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.